എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം 4 19ാമത്തെ അധ്യായമാണ്. നമുക്ക് ആദ്യം വായിക്കാം. അത് ഏകോനവിംശോऽധ്യായഃ മൈത്രേയോവാച അദാദീക്ഷത രാജാതു ഹയാമേദശതേന സാം ബ്രഹ്മാവർത്തേ മനോക്ഷേത്രേ യത്ര പ്രാചീം സരസ്വതീം തദഭിപ്രേത്യ ഭഗവാൻ കർമ്മ അതിശയമാത്മനഃ ശതക്രദുർണമം ഋഷേ പൃഥ്വോരജ്ഞമഹോത്സവം യത്ര യജ്ഞപതിം സാക്ഷാൽ ഭഗവാൻ ഹരിരീശ്വരഃ അന്വഭൂയത സർവാത്മാം സർവലോകഗുരും പ്രഭും അന്യുതോ ബ്രഹ്മശർവാഭ്യാം ലോകപാലൈ സഹാനുഗൈ ഉപഗീയമാനോ ഗന്ധർവേർ മുനിഭിശ്ചാപ്സരോ ഗണൈഃ സിദ്ധവിദ്യാന്തരാം ദൈത്യാം ദാനവാഗുഹ്യകാദയഃ സുനന്ദനന്ദ പ്രമുഖാം പാർഷദപ്രവരാം ഹരേ കപിലോ നാരദോ ദത്തോ യോഗേശാസനഗാദയഃ തമന്യുയർഭഗവതാം യേജതൽസേവനോത്സുകാഃ യത്ര ധർമ്മദുഗാം ഭൂമിം സർവകാമദുഗാ സതീം ദോഗ്ധിസ്നാഭിസ്ഥിതാനർത്ഥാൻ യജമാനസ്യ ഭാരതാം ഊഹുസ്സർവരസാന്യദ്യാം ക്ഷീരദജ്ഞാനഘോരസാൻ തരവോ ഭൂരിവർഷ്മണ പ്രാസൂയന്തമധു അച്യുതകാം സിന്ധവോ രത്നനികരാൻ ഗിരയോന്നം ചതുർവിധം ഉപായനമുപാജഹ്രോം സർവേ ലോകാം സബാലകാം ഇതി ചോ അദോക്ഷദേശസ്യ ഹൃദോസ്തു പരമോദയം അസൂയൻ ഭഗവാനിന്ദ്ര പ്രതിഘാതമജീകരത് ചരമേണാശ്വമേധേന യജമാനേ യജുഷ്പതിം വൈന്യേ യജ്ഞപശും സ്പർദ്ധൻ അഭോവാഹതിരോഹിതകാം തമത്രേർഭഗവാനൈക്ഷ സ്വരമാണം വിഹായ സാം ആമുക്തമിവ പാഖണ്ഡം യോ ധർമ്മേ ധർമ്മവിഭ്രമഃ അത്രിണാം ജ്യോതിദോ ഹന്തും പൃഥുപുത്രോ മഹാരഥഃ അന്വതാവത സംക്രുദ്ധ തിഷ്ഠതിഷ്ഠേതി ചാബ്രവീത് തം താദൃശാകൃതിം വീക്ഷ്യ മേനേ ധർമ്മം ശരീരിണം ജഡിലം ഭസ്മനാച്ഛന്നം തസ്മൈ ബാണം ന മുഞ്ചതി വദാന്യവൃത്തം തം ഭൂയോ ഹന്തവേ അത്രിരചോദയത് ജഹി യജ്ഞഹനം താദാ മഹേന്ദ്രം വിബുധാതമം ഏവം വൈന്യസുത പ്രോക്ത സ്വരമാണാം വിഹായ സാം അന്വദ്രവദവിക്രുദ്ധോ രാവണം ഗൃധ്രരാടിവഃ സോഷം രൂപം ജതദ്ധിത്വാ തസ്മാമന്തർഹിതസ്വരാട് വീരസ്വപുഷമാദായ പിതുര്യജ്ഞമുപേയിവാൻ തത്തസ്യ ചാത്ഭുതം കർമ്മ വിജക്ഷ്യ പരമർഷയാം നാമധേയം ദദുസ്തസ്മൈ വിജിതാശ്വ ഇതി പ്രഭോ ഉപസൃജ്യ തമസ്തീവ്രം ജഹാരാശ്വം പുനർഹരിം ശശാലയൂപതച്ഛന്നോ ഹിരണ്യരശനം വിഭോ അത്രിസന്ദർശയാമാസ സ്വരമാണം വിഹായ സാം കപാലഗഡ്വാംഗധരം വീരോ നൈനമബാധതാം അത്രിണാം ജ്യോതിദത്തസ്മൈ സന്തതേ വിശിഖം രുഷാ സ്വശം രൂപം ജതദ്ധിത്വാ തസ്താവന്തർഹിതസ്വരാട് വീരശ്ചാശ്വമുപാധായ പിതൃയജ്ഞമദാവ്രജത് തദവദ്യം ഹരേ രൂപം ജഹ്രുഹു ജ്ഞാനദുർബലാഃ. ഓം തത്സത്. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതായത് ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്, അതായത് രാജാവ് എങ്ങനെ പൃഥു മഹാരാജാവിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൃഥു മഹാരാജാവ് ഭൂമിയെ ദോഹനം ചെയ്ത് ഭൂമിയിൽ നിന്ന് ആദ്യം ജനങ്ങൾക്ക് ഒരു രാജാവ് എങ്ങനെ ജനങ്ങളെ പരിപാലിക്കണം എന്ന രീതിയിൽ എല്ലാ തരത്തിലും പൃഥു ഏറ്റവും അഗ്രഗണ്യായി മാറി. കാരണം പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്ക് അദ്ദേഹം ഭൂമിയിൽ നിന്നും എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, എങ്ങനെയാണ് സാധനം ഖനനം ചെയ്യേണ്ടത്, ഭൂമിയെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ എല്ലാ തരത്തിലും പറഞ്ഞു. ജനങ്ങൾക്കെല്ലാം അഭിവൃദ്ധി വന്നു അല്ലേ. അങ്ങനെ ജനങ്ങളെല്ലാം അഭിവൃദ്ധിയോടുകൂടി നന്നായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എപ്പോഴും എല്ലാം സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മുടെ തീരില്ല എന്ന് പറയും. അപ്പോൾ പൃഥു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എങ്കിലും പൃഥുവിന് സ്വന്തമായിട്ട് എന്താ തോന്നുന്നത്, പിന്നെയും എല്ലാ സ്ഥലങ്ങളുടെയും വലിയ ചക്രവർത്തിയാകണം,
അങ്ങനെ തനിക്ക് ഭഗവാന്റെ ആളാവണം. അതുപോലെ ഭഗവാനെ കുറച്ചുകൂടി പ്രീതിപ്പെടുത്തണം. നമ്മൾ ഭഗവാനെ എന്തിനാണ് പ്രീതിപ്പെടുത്തുന്നത്? നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് അല്ലേ? എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ തന്നെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇവിടെ സ്വന്തം മറ്റുള്ളവരുടെ എല്ലാ ആഗ്രഹങ്ങളൊക്കെ പൃഥു സാധിച്ചു കൊടുത്തെങ്കിലും സ്വന്തം ആഗ്രഹം കൂടി സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് വിചാരിച്ചു? യജ്ഞം ചെയ്യാന്ന് വിചാരിച്ചു. ഭഗവാന് വേണ്ടിയുള്ള യജ്ഞങ്ങള്, പൂജകള് അങ്ങനെ. നമ്മൾ നന്നായിട്ട് എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കാതിരിക്കാൻ വേണ്ടി ഭഗവാന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ കഷ്ടകാല സമയത്തും നല്ല കാല സമയത്തും നമ്മൾ ഒരേപോലെ ഭഗവാനെ വിളിക്കണം പറയാം. ഭഗവാന്റെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ആ ഒരു അദൃശ്യമായ ഒരു എനർജി, ആ ശക്തി നമ്മളെ നയിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിന്റെ ആ ഒരു സംതൃപ്തി കിട്ടുക. അപ്പൊ അങ്ങനെ ഈ പൃഥുവിന് തോന്നി യജ്ഞം ചെയ്യണം. അങ്ങനെ അശ്വമേധ യജ്ഞം മുമ്പ് എല്ലാ രാജാക്കന്മാരും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അശ്വമേധ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ ചക്രവർത്തിയായിട്ട് മാറും. രാജാവ് ഒരു ചക്രവർത്തിയായി മാറുക എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഈ പൃഥു ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏകദേശം ഭൂമി മുഴുവൻ ഭരിച്ചിട്ടുണ്ടായിരുന്ന ആളാണെന്ന് പറയപ്പെടുന്നു. അന്നൊക്കെ ഇതുപോലെ ഭൂഖണ്ഡങ്ങളായിട്ടോ ഒന്നും അങ്ങനെയൊന്നും തരംതിരിച്ചിട്ടൊന്നും ഇല്ല. ഒരു ഭാഗത്തുള്ള എത്താവുന്ന സ്ഥലങ്ങൾ മുഴുവനും അദ്ദേഹം ഭരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പൊ അങ്ങനെ അദ്ദേഹം ചക്രവർത്തിയാകാൻ വേണ്ടി അശ്വമേധയാഗം ചെയ്യും. ഈ അശ്വമേധയാഗം ചെയ്യാനായിട്ട് അദ്ദേഹം തുടങ്ങുമ്പോൾ 99 അശ്വമേധം 100 അശ്വമേധയാഗം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്ര പദവിയൊക്കെ കിട്ടുന്നാണ് പറയാ. അപ്പൊ ഈ ദേവേന്ദ്രന് അദ്ദേഹത്തോടെ ഒരു അസൂയ വരികയാണ്. അപ്പൊ പൃഥുവിന്റെ യജ്ഞം എങ്ങനെയുള്ളതായിരുന്നു എന്നാ പറയുന്നത്? ഒരു വളരെ മനോഹര അതായത് ഈശ്വരന്റെ സാന്നിധ്യമുള്ള നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വരികയാണ്. നമ്മുടെ ആ യജ്ഞം അല്ലെങ്കിൽ യാഗം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് നമ്മളിപ്പോൾ ഒരു സപ്താഹം ചെയ്യുകയാണെങ്കിൽ തന്നെ നിറയെ പേര് അവിടെ കാണാൻ വരുന്നു, കേൾക്കാൻ വരുന്നു. അങ്ങനെ എല്ലാം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ നമ്മളൊരു നൃത്തമോ പാട്ടോ അങ്ങനെ എന്ത് പരിപാടി അവതരിപ്പിക്കുകയാണെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വന്നു. ഇപ്പൊ നമ്മൾ പറയില്ലേ ആള് ഇപ്പോൾ എന്തെങ്കിലും യൂട്യൂബിലൊക്കെ വൈറലായി എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ ആണ് ഈ പൃഥുവിന്റെ യജ്ഞം നന്നായി വന്നത്. അപ്പോൾ നാട്ടിലെല്ലാവരും പറയാൻ തുടങ്ങി. അപ്പം ഭഗവാൻ വന്നു. വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാവരും ഈ പൃഥുവിന്റെ യജ്ഞത്തിന് വരികയാണ്. എന്നിട്ട് ആ യജ്ഞ മഹോത്സവം കണ്ടപ്പോൾ ദേവേന്ദ്രന് തോന്നുകയാണ് ഇനിയും ഇയാൾ 100ാമത്തെ 99 യാഗം ചെയ്തു കഴിഞ്ഞു, ഇനി 100ാമത്തേന് വരികയാണ്. അപ്പൊ 100ാമത്തെ യാഗം കൂടി പൂർത്തിയായാൽ പിന്നെ എന്റെ സ്ഥാനം പോകൂലോ എന്നുള്ള ഒരു പേടി വന്നു. അപ്പൊ എന്തായി? അതൊരു അസൂയായിട്ട് മാറുകയാണ്. അപ്പോൾ തനിക്ക് പറ്റാത്തത് വേറൊരാൾക്ക് കിട്ടുമ്പോൾ നമ്മൾക്ക് എപ്പോഴും അസൂയാന്ന്. ഈ അസൂയ വരുത്തി വെച്ച കാര്യങ്ങളൊക്കെയാണ് ഈ ലോകത്തിൽ ഇപ്പോഴും. അപ്പൊ ദേവേന്ദ്രന്റെ അസൂയ കൊണ്ട് എന്താ ഉണ്ടായത്? അപ്പൊ നമ്മളിൽ എല്ലാവരിലും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതലും എല്ലാവരിലും കാണുന്ന ഒരു കാര്യം എന്താ? ഒരു പ്രവണത എന്താണ്? ഈ അസൂയ തന്നെയാണ്. നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുക. നമ്മൾക്ക് എന്തുണ്ട്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു ജോലി ചെയ്തു, അതിനുള്ള പ്രതിഫലം കിട്ടി, അതിൽ നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കുകയല്ല എല്ലാവരും ചെയ്യുന്നത്. നമ്മുടെ കാര്യത്തെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് അയാൾക്ക് ഇത്ര കൂടുതൽ കിട്ടി, എനിക്ക് കുറവേ കിട്ടിയുള്ളൂ. അങ്ങനെയൊക്കെ അത് കുറവാണോ കൂടുതലാണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ രീതിയിൽ നമ്മൾ വിഷമിക്കുന്നതാണ് അസൂയ. ഈ അസൂയ കൊണ്ട് എന്താവുക? നമ്മൾക്ക് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് ഈ അസൂയ എന്ന വികാരം. പക്ഷെ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മളെപ്പോഴും നമ്മൾ എന്തിലേക്ക് വരണം? നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞു തന്നൊക്കെ നീ പഠിച്ചിട്ട് നീ അസൂയ ഇല്ലാത്തവനായിരിക്കണം എന്നോട്. അപ്പൊ ഭഗവാനോട് ഒരു അസൂയ തോന്നുക. സ്വന്തം ഗുരുവിനോടും അസൂയ തോന്നും. അവർക്ക് എങ്ങനെ ഇതൊക്കെ പറ്റി, എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അപ്പൊ അതുപോലെ എല്ലാ മേഖലകളിലും ഈ അസൂയ വരും. അതെന്തുകൊണ്ട് വരുന്നു? നമ്മൾക്ക് ഭഗവാൻ തന്ന കഴിവ് കൊണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഈശ്വരനാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസൂയ ഉണ്ടാവില്ല. അത് താരതമ്യം ചെയ്യാനേ നമ്മൾ പോകാൻ പാടില്ല. ആ അസൂയ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വിദ്വേഷം വരും, പക വരും. അതിൻ്റെയൊക്കെ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പറയുന്നത്.
നോക്കൂ, നമ്മുടെ ജീവിതം തന്നെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അല്ലേ, വായു, വെള്ളം, അഗ്നി, അതുപോലെ സൂര്യൻ, ചന്ദ്രൻ എന്നൊക്കെ പറയുന്ന ആ ദേവന്മാരും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം ഒരു പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഘടകങ്ങളാണ്. ഇപ്പൊ മഴ പെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചത് കൊണ്ട് മഴ പെയ്യില്ല. അതുപോലെ തന്നെ വെയില് വരണമെന്ന് നമ്മൾ വിചാരിച്ചത് കൊണ്ട് വരില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നമ്മൾ മറ്റുള്ളവരെ ഇപ്പൊ വായുവുണ്ട്, വെള്ളമുണ്ട്. ഇപ്പൊ വായുവും വെള്ളവും അതുപോലെ അഗ്നിയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, അപ്പൊ ഇതിലേതാണ് പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? വായുവിനേക്കാളും വെള്ളം വായുവിനെക്കാട്ടിലും വെള്ളമാണോ പ്രധാനമായി വേണ്ടത്? അതുപോലെ വെള്ളത്തിനെക്കാട്ടിലും അഗ്നിയാണോ നമുക്ക് പ്രധാനമായി വേണ്ടത്? അതോ വായുവാണോ നമുക്ക് പ്രധാനമായി വേണ്ടത്? എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിലുള്ള ഉത്തരവുള്ളത്? അതേ ഉത്തരം തന്നെയാണ് നമ്മളും നമ്മളിൽ കണ്ടെത്തേണ്ടത്. ഇപ്പൊ വായു അതിന്റെ പ്രവൃത്തി ചെയ്യുന്നു. അതിൽ നമ്മള് വെള്ളം അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയപ്പെടണുമില്ല. സൂര്യൻ സൂര്യന്റെ പണി ചെയ്യുന്നു. ചന്ദ്രൻ ചന്ദ്രന്റെ പണി ചെയ്യുന്നു. രണ്ടുപേരും ഉണ്ടെങ്കിലേ ഭൂമിയില് ജീവജാലങ്ങൾ ഉണ്ടാവുള്ളൂ. സൂര്യനും വേണം, ഒപ്പം ചന്ദ്രനും വേണം. അപ്പൊ സൂര്യനാണ് നല്ല. സൂര്യൻ വിചാരിക്കുകയാണ്, ഞാൻ ഇത്തിരി കത്തി കാളുന്ന ഞാൻ ജനങ്ങൾക്ക് ദ്രോഹമാണോ ചെയ്യുന്നത്? ചന്ദ്രനാണെങ്കിൽ നോക്കൂ, എത്ര കുളിർമയായിട്ടാണുള്ളത്. പക്ഷെ ഈ ചന്ദ്രൻ പ്രകാശിക്കുന്നത് എങ്ങനെയാ? സൂര്യന്റെ പ്രകാശം ഉണ്ടെങ്കിലേ ചന്ദ്രന്റെ പ്രകാശം ഉണ്ടാവും. അപ്പോ അത് കൊണ്ട് സൂര്യൻ ചന്ദ്രനോടോ ചന്ദ്രൻ സൂര്യനോടോ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന പണിയാണ്. നമ്മൾക്ക് തമ്മളിൽ നിയുക്തമായ കർമ്മം എന്ന് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മുടെ കർമ്മം സ്വധർമ്മം എന്ന് പറഞ്ഞിട്ടൊന്ന് നമുക്കുണ്ട്. അപ്പൊ ആ സ്വധർമ്മം എങ്ങനെയാണ് നമ്മൾ ആചരിക്കേണ്ടത് എന്ന് മാത്രം. ആ കർമ്മത്തിൽ നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ നിറയെ അതിൻ്റെതായ ശ്ലോകങ്ങളുണ്ട് അല്ലേ? കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യമാണ്, കർമ്മഫലത്തിൽ നമ്മൾ ആഗ്രഹം വെക്കരുത്, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ സ്വധർമ്മം ചെയ്തുകൊണ്ടേ പോവുക. അതിൻ്റെ ഫലം ആര് തരും? ഭഗവാൻ തരുന്നതാണ്. അത് നമുക്ക് എന്താണോ വേണ്ടത് എന്ന് ഭഗവാന് നേരത്തെ അറിയാം. അപ്പൊ അതാണ് നമ്മൾ നമ്മുടെ ഈ പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഒരു കാരണത്തിലും നമ്മൾ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടോ കഴിഞ്ഞു പോയതിനെ കുറിച്ചുകൊണ്ടോ നമ്മൾ വിഷമിക്കരുതെന്ന് പറയേണ്ടതിന്റെ കാരണം തന്നെ അതാണ്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, ഈശ്വരനാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ അസൂയ കൊണ്ട് എന്താണ് സംഭവിച്ചത്? ഇവിടെ ദേവേന്ദ്രൻ ഈ പൃഥുവിന്റെ യാഗം മുടക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ മുടക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ആ യാഗം മുടക്കണമെങ്കിൽ യാഗാശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകും. അപ്പൊ ഈ ആകാശത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ വേഷം മാറിയാണ് വരുന്നത്. ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ട് ഈ ആകാശത്തെ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതൊരു കപട വേഷം അല്ലേ? അപ്പോൾ നമ്മൾ ഈ മറ്റുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലോകത്തിൽ കാണാൻ പറ്റും അല്ലേ? പല വേഷത്തിലും വന്നുകൊണ്ട് മറ്റുള്ള കൊള്ളയടിക്കലും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. അപ്പം അതുപോലെ ഇവിടെ എന്ത് ചെയ്തു? സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ട് അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പം അത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അശ്വം പോയി. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അതിനെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പൃഥുവിൻ്റെ മകനും പൃഥുവും എല്ലാവരും കഷ്ടപ്പെട്ട് തെരഞ്ഞു, കണ്ടുപിടിക്കുന്നില്ല. അപ്പോഴാണ് അത്രി മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്, ഈ മകനോട് പറഞ്ഞു കൊടുക്കുന്നത് ദേവേന്ദ്രനാണ് കുതിരയെ കട്ടുകൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ ഈ കുതിരയെ കട്ടുകൊണ്ട് ദേവേന്ദ്രൻ ആകാശമാർഗത്തിലൂടെ പോകുന്നത് അത്രി മഹർഷി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത്രി മഹർഷിക്ക് എങ്ങനെ കാണാൻ പറ്റി എന്നുള്ളത്, അതായത് നമ്മൾ ഈ നാട്ടിൽ നമ്മൾ ഈ അറിവ് സമ്പാദിച്ചാൽ ഭഗവത്ഗീതയിലോ അതുപോലെ ഭാഗവതം ഭഗവത്ഗീതയൊക്കെ പഠിച്ച ആത്മീയമായ അറിവ് നമ്മൾ സമ്പാദിക്കും തോറും, നമ്മൾ നമ്മളെ അറിയാൻ ശ്രമിക്കും തോറും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് നോക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഈ ചതിക്കുഴികളിലൊന്നും പോയി പെടില്ല. നമ്മൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇവര് പാഗണ്ഡന്മാര് എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. പാപകണ്ഡന്മാര് എന്ന് പറയും, ഈ പാപം ചെയ്യുന്നവർ. അപ്പൊ അങ്ങനെ പാപം ചെയ്യുന്നവരെ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ശിവന്റെ 3-ാം തൃക്കണ്ണ് എന്നൊക്കെ പറയുമ്പോൾ ആത്മീയമായൊരു അറിവ്, അതിനെയാണ് നമ്മൾ വിസ്ഡം അല്ലെങ്കിൽ നമ്മൾ പറയില്ല ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആത്മജ്ഞാനം ഉണ്ടെങ്കിൽ
അത് നമ്മളെ ഭൗതികമായ ജ്ഞാനം മാത്രം ഉണ്ടായതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത് നമ്മൾ ഈ വക ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കുന്നതും, ഇതിലൂടെ അറിവ് നേടുന്നതും. ഇപ്പൊ നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നു, അത് കേട്ട് പഠിക്കാം. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്കിത് കേട്ട് പഠിക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ല്ലേ? നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഇതൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ നമ്മളത് പഠിച്ചതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഇത് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ സന്തോഷകരമായി കൊണ്ടുപോകാനുള്ള ഒരു ഏഹ്, ഉപാധി കൂടിയാണ് ഈ പുസ്തകങ്ങൾ. ഒരു യൂസർ മാനുവലൊക്കെ പോലെ. അപ്പോൾ ഒരു ഉപകരണം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ പുസ്തകം നോക്കി പഠിച്ചിട്ടാണ് അല്ലേ? അതുപോലെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പുസ്തകം നോക്കി പഠിച്ച് അറിവുണ്ടാക്കുന്നെങ്കിൽ, ആത്മീയമായ അറിവ് എവിടുന്നേ നമുക്ക് കിട്ടുള്ളൂ? ഇങ്ങനെ ഭഗവത്ഗീത, ഭാഗവതം അങ്ങനെയൊക്കെയുള്ള ആ സ്പിരിച്വൽ ആയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭൗതികവും ആത്മീയതയും വേറെയല്ല, രണ്ടും ഒന്നാണ്. അപ്പൊ നമുക്ക് അറിവ് കിട്ടുന്തോറും നമ്മളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല. അപ്പൊ അതാണ്. നമ്മളുടെ ആ അറിവ്. അപ്പൊ അത്രി മഹർഷി തന്റെ ജ്ഞാനക്കണ്ണുകൾ കൊണ്ടാണ് കണ്ടത് എന്ന് പറഞ്ഞു. അതൊരു വേറെ കണ്ണാണോ? അല്ല. അറിവ് ഉപയോഗിച്ച് കപടവേഷധാരിയെ കണ്ടുപിടിക്കുക. എന്നിട്ട് കൊല്ലാൻ പറഞ്ഞു. അപ്പോ എന്ത് പറഞ്ഞു? "ദാ അശ്വത്ഥം മോഷ്ടിച്ചു കൊണ്ട് പോകുന്നത് കണ്ടോ? നീ അതിനെ കൊല്ലുക" എന്ന് മകനോട് പറഞ്ഞു. അപ്പോ ഈ മകൻ പറയാണ്, "അത് സന്യാസിയല്ലേ, അദ്ദേഹത്തെ എങ്ങനെയാ കൊല്ലുകാന്ന്?" അപ്പൊ എന്തിനാണ് ഈ സന്യാസ വേഷത്തിൽ വന്നത് ദേവേന്ദ്രൻ? അതാണ് പറ്റിക്കുക. അങ്ങനെയുള്ള വേഷങ്ങളിൽ നമ്മുടെ അവിടെ എത്രയോ പേര് നമ്മളെ പറ്റിക്കാൻ വരുന്നുണ്ട്. നമ്മൾക്കതിപ്പോ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മൊബൈലിലൂടെയൊക്കെ. അല്ലേ? പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? മോഷ്ടാക്കൾ വീട് കുത്തി പൊളിച്ചിട്ടും അകത്ത് കടന്നിട്ടുമൊക്കെ പണം മോഷ്ടിക്കുമായിരുന്നു. ഇപ്പൊ അവർക്ക് ഈസിയായി. എന്താണ്? ഇന്റർനെറ്റ് വന്നതോടുകൂടി. ഇതില്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എത്രയോ വിവരമുള്ള വലിയ ഓഫീസറായിരുന്നു. അവരേതോ ഒരു കമ്പനിയിൽ വലിയ മാനേജറാണ്. ഇന്നാള് പത്രത്തിൽ വന്നതും പിന്നെ അനുഭവത്തിൽ ഉണ്ടായതുമാണ്. ഒരാള് പറയന്നെ ചെയ്തു ഇങ്ങനെ. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. എന്നിട്ട് അവരോട് പറയാണ്, "നിങ്ങള് ക്രെഡിറ്റ് കാർഡും എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ എടിഎം കാർഡൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ, ഞങ്ങൾ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ അതിലൊക്കെ ഒരു ഒടിപി വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം." അപ്പൊ നോക്കൂ, അതൊക്കെ ഇത്രയും അറിവ് അവർക്ക് ഭൗതികമായ അറിവുണ്ടായിട്ട് അവർ വലിയ ഓഫീസറാണ്. അവർക്ക് 2, 3 ബാങ്കിൽ കുറെ അക്കൗണ്ട് എല്ലാം ഉണ്ട്. അവരെന്ത് പറഞ്ഞു? ഓരോ നമ്പറായിട്ട് അപ്പൊ ഇത് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് പറഞ്ഞ് ഉടനെ അങ്ങോട്ട് വിശ്വസിച്ചു അവര്. എന്നിട്ട് ഇപ്പൊ ബാങ്കിൽ നിന്ന് തന്നെ നമുക്ക് മെസ്സേജ് വരാറില്ലേ? എല്ലാവരുടെയും ബാങ്കിൽ നിന്ന് ഇപ്പൊ അതുകൊണ്ടാണ് അവര് മെസ്സേജ് ഇടുന്നത്. "ഞങ്ങൾ നിങ്ങളെ ഒരു കാരണവശാലും വിളിക്കില്ല" എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരുന്നില്ലേ? ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒടിപിക്ക് വേണ്ടിയോ ബാങ്കിൽ നിന്ന് നമ്മളെ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു തരുന്നുണ്ട്. എന്നാലും ഈ ജോലി തിരക്കിന്റെ ഇടയിൽ ഇതൊക്കെ മറന്നു പോയിട്ട് അവര് പെട്ടെന്ന് എല്ലാ നമ്പറും കൊടുത്തു. നടന്ന സംഭവമാണിത്. എല്ലാ നമ്പറും കൊടുത്തു, എല്ലാ ഒടിപിയും പറഞ്ഞു കൊടുത്ത് അവരുടെ പൈസയൊക്കെ പോയ ശേഷമാണ് അവർക്ക് മനസ്സിലായത്. അപ്പൊ കപടവേഷധാരികൾ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലേ? അതെന്തുകൊണ്ടാ ഉണ്ടാകുന്നത്? ഇതല്ല. ഇവിടെ എന്തുകൊണ്ടാ ഉണ്ടായത്? അസൂയയിൽ നിന്നും കുറെ അങ്ങനെ അസൂയ കൊണ്ട് നമ്മളുടെ മനസ്സിലൊരു അസൂയ എന്ന വികാരം വരുമ്പോൾ നമ്മളും തകരും. മറ്റുള്ളവരെ അതായത് നമ്മൾ നമ്മുടെ വ്യവസായ പുരോഗതിയോ നമ്മുടെ ജോലിയുടെ പുരോഗതിയോ അതിന്ന് എന്ത് കിട്ടുമോ അത് ശ്രദ്ധിച്ചുകൊണ്ട് പോകാതെ മറ്റുള്ളവർക്ക് എന്ത് കിട്ടണു എന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ എന്താണ്? അങ്ങനെ നമ്മുടെ സമയവും നഷ്ടപ്പെടും, നമ്മുടെ ആരോഗ്യവും നഷ്ടപ്പെടും. അപ്പൊ ഇവിടെ അറിവുണ്ടായപ്പോൾ ആ കപടവേഷധാരിയെ കണ്ടുപിടിക്കാൻ പറ്റി. അത്രി മഹർഷിക്ക് ആത്മീയമായ ജ്ഞാനമുണ്ടായിരുന്നു. പൃഥുവിന്റെ മകന് അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ പറഞ്ഞു, "എങ്ങനെയാ സന്യാസിയെ ഞാൻ കൊല്ലുന്നത്?" അപ്പൊ അപ്പൊ നമ്മൾ ഈ അറിവൊക്കെ നമ്മൾ നേടി വെക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആത്മീയമായ അറിവ് നമുക്ക് തീർച്ചയായും വേണം. അതാണ് നമ്മുടെ ബുദ്ധിയെ നന്നാക്കി പ്രവർത്തിപ്പിച്ച് നമ്മുടെ നമ്മുടെ കഴിവുകളെ നന്നായിട്ട് ഉപയോഗിച്ച് നമ്മൾക്ക് നല്ല ഉന്നതി വരാൻ വേണ്ടിയാണത്. നമ്മുടെ ഭൗതികമായ ഉന്നതി കൂടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അത് കപടവേഷധാരിയായ സന്യാസിയാണ്. നീ ധൈര്യമായിട്ട് അമ്പെയ്തോ എന്ന് പറഞ്ഞു. അപ്പോ തന്നെ കൊല്ലുന്നു കണ്ടപ്പോ ആ ഇന്ദ്രൻ എന്ത് ചെയ്യാണ്? ആ കപടവേഷത്തെ ഭൂമിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ്. കുതിരയെയും ഉപേക്ഷിച്ചുകൊണ്ട്. അങ്ങനെയാണ് ഋതുവിന്റെ മകനെ വിജിതാശ്വൻ, അശ്വത്തെ വീണ്ടെടുത്തവൻ എന്ന നിലയിൽ വിജിതാശ്വൻ എന്ന പേരൊക്കെ കിട്ടി. എങ്ങനെ കിട്ടിയത്? അത്രി മഹർഷിയുടെ സഹായം ഉണ്ടായതുകൊണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ആ പാകണ്ഡ രൂപത്തെ ഉണ്ടാക്കി. അപ്പൊ ഇന്ന് നമ്മൾക്ക് ധാരാളം അങ്ങനെയുള്ള കാരണങ്ങൾ, ഇതൊക്കെ അസൂയയിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്നതാണ്. അപ്പൊ അസൂയ നമ്മളെ എത്രത്തോളം നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ. അപ്പൊ ഭാഗവതത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ല എന്ന് പറയില്ലേ? ഭാഗവതത്തെ കുറിച്ച് പറയണ്ടേ, ഇതിലില്ലാത്തതായിട്ട് നമുക്കൊന്നും പുറത്ത് കാണാൻ പറ്റില്ല.
പുറത്തില്ലാത്തത് ചിലപ്പോൾ ഇതിലുണ്ടായേക്കാം. പക്ഷെ ഇതിലില്ലാത്തതായിട്ട് നമുക്കൊന്നും തന്നെ പുറത്ത് കാണാൻ പറ്റില്ല. അതും നോക്കൂ 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ഈ ഗ്രന്ഥത്തില് ഇന്നത്തെ പാഗണ്ഡന്മാരെ കൂടി പറയുന്നുണ്ട്. അസൂയ കൊണ്ട് ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾക്ക് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. നമ്മളത് ജീവിതത്തിൽ പകർത്തുക കൂടി വേണം. എന്നാലേ നമുക്ക് അതുകൊണ്ടുള്ള ഒരു ഗുണം ഉണ്ടാവുള്ളൂ. ഞാൻ നന്നായിട്ട് ഭാഗവതം വായിക്കും. എനിക്ക് നന്നായി വായിക്കാൻ അറിയാം. എനിക്ക് കുറെ വായിച്ചിട്ട് എല്ലാവരും എന്നെ പുകഴ്ത്തി. എനിക്ക് കുറെ ലൈക്ക് കിട്ടി. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അത് ഉപകാരപ്രദമാവുന്നുണ്ട്. നമ്മളൊരു ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് ഉപയോഗപ്രദമാകും. എനിക്ക് അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചത് കൊണ്ടുള്ള അനുഭവം കൊണ്ട് ഞാനും അങ്ങനെ പല പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയും ഈശ്വരൻ രക്ഷപ്പെടുത്തിയെന്ന്. പക്ഷേ ഈശ്വരൻ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈശ്വരന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ എല്ലാവിടെയും സ്വിച്ച് നമ്മൾ തന്നെ ഇടണം. ഈശ്വരന് നമ്മുടെ സ്വിച്ച് ഇട്ട് തരാൻ പറ്റില്ല. കാരണം നമുക്ക് ലൈറ്റ് കത്തണമെങ്കിൽ നമുക്ക് ലൈറ്റ് തന്നേണ്ട ഇലക്ട്രിസിറ്റി ഉണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ എഴുന്നേറ്റ് പോയി സ്വിച്ച് ഇട്ടാലല്ലേ ലൈറ്റ് നമുക്ക് കിട്ടുള്ളൂ. അത് ഈശ്വരൻ ചെയ്തു തരില്ലല്ലോ. ഈശ്വരൻ നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നു? ലൈറ്റ് ഉണ്ട്, ബൾബുണ്ട്, എല്ലാം നമുക്ക് തന്നു. പക്ഷേ സ്വിച്ച് നമ്മൾ തന്നെ ഇടണം. അതേപോലെയാണ് നമ്മൾ ഈ അറിവ് നമ്മൾ തന്നെ നേടിയെടുക്കണം. നമ്മൾ സ്വയം നേടിയെടുക്കണം. അതായത് ഉദ്ധരേത് ആത്മാനാത്മാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഉയർത്താൻ, നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഭാഗവതത്തിൽ നിന്നൊക്കെ പഠിക്കുന്നത്. അങ്ങനെ ആ വിജിതാശ്വൻ ഈ കുതിരയെ വീണ്ടെടുത്തു. അപ്പൊ അവിടെ ഒരു പാകണ്ട രൂപം ഉണ്ടായി. അപ്പൊ സന്യാസിയായി വേഷം മാറി വന്നു. നമുക്ക് ധാരാളം അപ്പോൾ കലിയുഗത്തിൽ എന്താണോ നടക്കാൻ പോണെന്നുള്ളത് നേരത്തെ അറിഞ്ഞുകൊണ്ടാണ് വേദവ്യാസൻ എഴുതി വെച്ചത്. ഇന്ന് നമുക്ക് ധാരാളം അത്തരം കപട സന്യാസിമാരെയൊക്കെ കാണാൻ പറ്റും അല്ലേ? വ്യാജ ഡോക്ടർമാരെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുപോലെയാണ് ഇവിടെയും നടന്നത്. അപ്പൊ നമ്മളെപ്പോഴും മറ്റുള്ളവരെ താരതമ്യം ചെയ്യാനും അസൂയപ്പെടാനും നിൽക്കാണ്ട് നമ്മൾക്ക് എങ്ങനെ ഉയർന്നു വരാം എന്ന്, നമ്മുടെ വ്യവസായത്തെ എങ്ങനെ പുരോഗമിച്ചു കൊണ്ടുവരാം, നമ്മുടെ കർമ്മത്തിൽ നമുക്ക് എങ്ങനെ പൈസ കൂടുതൽ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ളത് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാവും. അല്ലാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് താരതമ്യം ചെയ്യാനായിട്ട് നമ്മുടെ എനർജിയെ പരത്തി വിട്ടാൽ എന്തായിപ്പോയി? നമ്മുടെ എനർജി പലതരത്തിൽ അങ്ങനെ പോവും. അപ്പോൾ അത് നമ്മൾക്ക് ഉപയോഗപ്രദം അല്ലാതെ ശരീരത്തിന് ആരോഗ്യം നഷ്ടപ്പെടാനും എല്ലാം ഇടയും. അതാണ് ഈ അസൂയ നമ്മൾ പാടില്ല എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ ഇന്ദ്രന്റെ അസൂയ കൊണ്ട് സംഭവിക്കുന്ന കപട വേഷധാരികൾ ഭൂമിയിൽ ഇങ്ങനെ പരക്കാൻ തുടങ്ങും. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് വായിച്ചതിന്റെ